നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രീം കോടതിയിൽ ആദ്യം തന്നെ ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ കൗണ്ടർ ഹർജി സമർപ്പിച്ച ഗ്രൂപ്പുകളിൽ ഒന്നാണ് അയ്യപ്പ ധർമ്മസേന. അതിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ. അതോടൊപ്പം ഒരു അയ്യപ്പ ഭക്തനുമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന കേസിനെ കുറിച്ച് ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തകളിലൂടെ പോലും ലഭ്യമായ വിവരങ്ങൾ വരുന്നത് ദേവസ്വം വിജിലൻസ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം പറ്റിയ ഒരു തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഉള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പടക്കം റിപ്പോർട്ടുകൾ മറ്റും വന്നു എന്നാണ് ലഭ്യമായ മാധ്യമ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശബരിമല അയ്യപ്പന്റെ സ്വത്ത് വിജയമല്യ നൽകിയ സ്വർണം പതിച്ച ചെമ്പുപാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പല മാധ്യമങ്ങൾക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഈ സ്വർണം പൂശലും സ്വർണം പതിക്കലും തമ്മിൽ. ഇത് ഗോൾഡ് പ്ലേറ്റഡ് അല്ല, ഗോൾഡ് ക്ലാഡഡ് ആണ്. അതായത് ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം മാത്രമേ യൂസ് ചെയ്യൂ. ശബരിമലയിൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിലടക്കം യാതൊരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഗോൾഡ് ക്ലാഡഡ് ആണെന്നാണ്. സ്വർണം പതിച്ചിരിക്കുന്നതാണ്. അതായത് സ്വർണം പൂശിയതല്ല, സ്വർണം പതിച്ചിരിക്കുന്നതാണ്. അന്നത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇതിന്റെ ആഴം മനസ്സിലാക്കാതെ സ്വർണം പൂശിയതൊക്കെ പറയാറുണ്ട്. നമുക്ക് സാധാരണ ഒരു ലാംഗ്വേജ് പറയുന്നുള്ളൂ. സോ ഓർക്കുക, ഇത് ഹൈക്കോടതിയുടെ വിധിന്യായമെല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ആ വിധിന്യായത്തിൽ നിന്ന് എടുത്താ പറയുന്നത് ശബരിമലയിൽ സ്വർണം പൂശിയതല്ല, പകരം സ്വർണം ക്ലാഡ് ചെയ്യപ്പെട്ടതാണ്, സ്വർണം പതിച്ചതാണ്, സ്വർണം പൊതിഞ്ഞതാണ്. വ്യത്യസ്ത വാക്കുകൾ പറയുന്നു. സ്വർണം പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേതിന്റെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ സ്വർണം അതിന് യൂസ് ചെയ്യും. കാര്യം അങ്ങനെ ഗോൾഡ് ക്ലാഡഡ് ആകും. അത് കേരളത്തിലെ മൺസൂൺ അടക്കം കാരണം കൊറോഷൻ വരാതിരിക്കാനാണെന്ന് ഹൈക്കോടതിയുടെ വിധിന്യായത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് സ്വർണം പതിച്ച, സ്വർണം ക്ലാഡ് ചെയ്ത, സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത്. അതായത് ക്രിമിനലായ ഒരു മോഷണം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കാര്യത്തിന് ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട, അതായത് പുറത്തു കൊണ്ടുപോകുന്നതിന്റെ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുമാണ്. കാര്യം ഹൈക്കോടതി മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഈ രീതിയിൽ പുറത്തു വരില്ലായിരുന്നു. വിജയമല്യ, അപ്പം ഞങ്ങളുടെ ആവശ്യം 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വിജയമല്യ അയ്യപ്പന് സമർപ്പിച്ച സ്വർണം പതിച്ച പാളികൾ അടിയന്തരമായി കണ്ടെത്തണം. അത് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2, വളരെ പ്രധാനം, ഹൈക്കോടതി വിധിയുടെ ഒരു ചെറിയ പകർപ്പ് ഞാൻ 2ാമത്തെ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ 2ാമത്തെ പേജിൽ ഈ എല്ലാ കമ്മ്യൂണിക്കേഷനും തുടങ്ങുന്നത്, ഈ കേസ് മുഴുവൻ വെളിയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ കൗതുകം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വിളിക്കുന്നില്ല. കാര്യം ഈ പ്രശ്നം എന്ന് പറഞ്ഞാലേ ബ്രാഹ്മണ കുടുംബങ്ങളെയും പൂജാരിമാരെയും എല്ലാം പോറ്റിമാരെന്ന് വിളിക്കാറുണ്ട്. ഇപ്പം മീഡിയക്കാരെല്ലാം ആലങ്കാരികമായി പോറ്റിയതായാലും പോറ്റിയോ, ഈ പോറ്റി എന്ന് വിളിക്കാതെ അയാളെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കണം. കാര്യം ഈ പോറ്റി എന്നുള്ള ഒരുപാട് സാധാരണ പൂജാരിമാർക്കുള്ള പേരാണ്. ഈ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞ വർഷം. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ രസകരമാണ്. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് 7th റെസ്പോണ്ടന്റ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് കോട്ടഡ് ആയ കോപ്പർ പ്ലേറ്റ്സ് അവിടുത്തെ സ്ട്രോങ് റൂമിലുണ്ട്, അത് തനിക്ക് തരണം, അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എൻ്റെ കോസ്റ്റ് കുറയ്ക്കാനാണ്. പാരഗ്രാഫ് 11 നിങ്ങൾക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാം. ആ പാരഗ്രാഫ് അതിനൊന്ന് നോക്കാമെങ്കിൽ എൻ്റെ സീരിയസ്നെസ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഹൈക്കോടതി വിജിലൻസ് ഓഫീസറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 12/9/2025 ഗോൾഡ് പ്ലേറ്റഡ് ദ്വാരപാലക ഐഡൽസ്, സ്വർണം പ്ലേറ്റ് ചെയ്ത ദ്വാരപാലക ഐഡൽസ് സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അത് ചെയ്യാനുള്ള കാരണം, this was issued as we had come across an email dated 2/10/2024. 2/10/2024 യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു. അതായത് കഴിഞ്ഞ ഏകദേശം ഒക്ടോബർ 2 ഉണ്ണികൃഷ്ണൻ ഇവർക്കൊരു മെയിൽ അയച്ചു. ആ മെയിലിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിലുണ്ട്, അത് തനിക്ക് തരണം. എന്തിനാണ് തരേണ്ടത്? അതിന്റെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ്, അതിലെ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് തന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും അവിടെ ഗോൾഡ് പൊതിഞ്ഞ ചെമ്പ് പാളികൾ ഉണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ആരെങ്കിലും മെയിൽ അയക്കും. അതായത് ഈ വിവാദങ്ങളൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയോട് പറയുകയാണ്, എനിക്ക് ഓൾറെഡി ദേവസ്വത്തിന്റെ കയ്യിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികളുണ്ട്, അതെനിക്ക് മാറ്റി നൽകണം. ഞാൻ ഓൾറെഡി വേറെ നൽകുകയാണല്ലോ, ഞാൻ പ്ലേറ്റ് ചെയ്ത് നൽകുകയാണല്ലോ, എൻ്റെ കോസ്റ്റും മറ്റും കുറയ്ക്കാൻ. യഥാർത്ഥത്തിൽ ഇതാണ് ഈ എൻറ്റയർ എൻക്വയറി സെറ്റ് ചെയ്തത്.
അത് ദൈവമായിട്ട് ജയിക്കുന്നതാണ്, അയ്യപ്പനായിട്ട് ജയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ മെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ വെളി വരില്ലായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതിക്ക് ഇതിൽ സംശയം തോന്നിയതും ഇത് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചത്. ഇതിൽ യാതൊരു സംശയവും വേണ്ട. എനിക്ക് പറയുമ്പോൾ വേദനയും വിഷമവും ഉണ്ട്. ദേവസ്വം ബോർഡ് കൂടി ഉൾപ്പെട്ട് മോഷണം നടന്നതാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന 1248 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന 300-400 കോടി രൂപ എല്ലാ വർഷവും നടവരുമാനമുള്ള 8,000 മുതൽ 10,000 കോടി വരെ കേരള സംസ്ഥാനത്തിലേക്ക് വരുമാനം എത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ വന്നു പോകുന്ന ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തെളിവ്, ചെമ്പ് പാളികൾ എന്ന് വ്യാജരേഖ ഉണ്ടാക്കി. ഒന്നാമത്തേത് മോഷണം, രണ്ടാമത്തേത് വ്യാജരേഖ നിർമ്മാണം. അതും പറയുന്ന നമ്മളാരുമല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതുന്നു. ഇത് കോപ്പർ പ്ലേറ്റ്സ് എന്ന് മാത്രം, ചെമ്പ് പ്ലേറ്റ്സ് എന്ന് മാത്രം സൂചിപ്പിച്ചത് വളരെ അൺയൂഷ്വലാണ്, വളരെ അൺയൂഷ്വൽ ആയ ഒരു കാര്യമാണ്. അത് അൺയൂഷ്വൽ മാത്രമല്ല, അത് അതിന്റെ പിന്നിൽ ക്രിമിനൽ ഇന്റന്റ് ആണ്. അപ്പൊ അധികം സമയം എടുക്കാതെ പറഞ്ഞു തീർക്കുന്നത്, അയ്യപ്പ ധർമ്മസേനയ്ക്കടക്കം സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഞങ്ങൾക്ക് ഇത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇല്ലെന്ന് പറയാൻ കാരണം, ഉള്ള ശബരിമല ഭരിച്ച ഏറ്റവും നല്ല ദേവസ്വം മന്ത്രിമാരിൽ ഒരാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ശ്രീ ജി സുധാകരൻ. ശബരിമലയുടെ ചരിത്രത്തിലിരുന്ന ഏറ്റവും നല്ല ദേവസ്വം ബോർഡിലൊന്ന് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും ശ്രീ അജയ് തറയിലിന്റെയും കോൺഗ്രസ്സുകാരുടെ ബോർഡാണ്. എല്ലാ അയ്യപ്പ ഭക്തരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തു, പ്രക്ഷോഭത്തിനടക്കം ഒരുപാട് സഹായിച്ചു. ശബരിമലയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 40-50 വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിൽക്കുന്ന വ്യക്തി ശ്രീ കുമ്മൻ രാജശേഖരനെ പോലെ BJPയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിസ്വാർത്ഥമായി ശബരിമലയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ഭക്തനാണ്. ഇസ്ലാമോഫോബിയ മൂത്ത് വാവരില്ലെന്നൊന്നും കുമ്മനചേട്ടൻ പറയില്ല. ഈ ബാക്കിയുള്ള ചില ആൾക്കാർ പറയുന്നത് പോലെ വാവരില്ല ബാബുരനാണെന്നുള്ള കള്ളമൊന്നും കുമ്മനചേട്ടൻ പറയില്ല. അതുകൊണ്ട് ശബരിമലയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടില്ല. ഇത് ഒരു ഇടത് വലത് പ്രശ്നമോ അല്ലെങ്കിൽ CPM BJP കോൺഗ്രസ് പ്രശ്നമോ അല്ല. ആ ബോർഡിലിരുന്ന ആൾക്കാരുടെ അറിവോടുകൂടി, ഗൂഢാലോചനയോടുകൂടി, അനുമതിയോടുകൂടി അവരും ഉണ്ണികൃഷ്ണ പണിയെ കരുവാക്കി കാണാം, യഥാർത്ഥത്തിൽ മോഷ്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ചരിത്രത്തിലെ ഒരു സംഭവം കൂടെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന്റെ പേരുള്ളതുകൊണ്ട് ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനു മുമ്പ് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ്, പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന കള്ള ദേവസ്വ പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് ഒരു ദേവസ്വ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ദേവസ്വ പ്രശ്നം എടുത്തുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളെ പോയി കണ്ട് അതിലെഴുതിയിരുന്ന പച്ച കള്ളങ്ങളാണ്. അത് പൊളിക്കാൻ കഴിഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ, അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അയ്യപ്പന് ഒരു റോപ്പേ വേണം. ഞാനത് പണിയാനുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യപ്പന് റോപ്പേ വേണം, അയ്യപ്പന് ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ അത് പണിയാനുള്ള ആളെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ പണിക്കർ വന്നു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതിന് ഒരു 2 മാസം മുമ്പ് ഇയാൾ ജയമാലയുടെ വീട്ടിൽ പോരും, കന്നഡ നടിയായ ജയമാലയാണ്. അപ്പം ജയമാല ശരിക്കും ഒരു ഭക്തയാണ്, ഒരു ഓവർ ഭക്തിയുടെ ആളാണ്. ജയമാല പറഞ്ഞു, ഞാൻ അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു. ഈ മനുഷ്യനത് ഓർത്തു വെച്ചിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ ജ്ഞാനദൃഷ്ടിയിൽ, എൻ്റെ ദൈവജ്ഞ ദൃഷ്ടിയിൽ തെളിയുകയാണ്, ഇവിടെ ഏതോ യുവതി സാന്നിധ്യം ഉണ്ടായി, സ്ത്രീ സാന്നിധ്യം ഉണ്ടായി എന്ന്. ഇത് നടന്ന കള്ളത്തരമാണ്. ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അമ്പലങ്ങളിലൊന്ന് നടന്ന കള്ളത്തരമാണ്. അന്നിരുന്ന തന്ത്രിമാരിലെ മുതിർന്ന തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വരൻ എണീച്ചെന്ന് പറഞ്ഞു, ഈ ദേവപ്രശ്നം ഞാൻ അംഗീകരിക്കുന്നില്ല, കഴുതകളുടെ കരച്ചിൽ അയ്യപ്പനങ്ങ് സഹിച്ചോളൂ. അതായത് 90-100 കോടി രൂപ അടിച്ചു മാറ്റാൻ അവിടെ ഒരു റോപ്പ് ഉണ്ടാക്കാനും അതിന്റെ ടെൻഡറിന് വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത്. ഇതിന് ബട്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കാൻ വേണ്ടി, ഇതിനെ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്റെ ദിവ്യദൃഷ്ടിയിൽ ജയമാല ഇതുണ്ടെന്നും, എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡിൽ നിന്ന് അങ്ങോട്ട് ജയമാലയെ വിളിച്ചിട്ട് ഒരു ഫാക്സ് അയച്ചേക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പിന്നീട് പുറത്തു വന്നത്. അത് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണെന്ന് ജയമാല അങ്ങോട്ട് വന്നു. ജയമാല പാവസ്ത്രീ ഇപ്പൊ ജയറാമേട്ടനെ പോലെയാണ്. ശ്രീ ജയറാമിനൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. ശ്രീ ജയറാമിനെ വിളിച്ച് പറയാണ്, ശബരിമലയിൽ നിന്ന് വരികയാണ്, ഞങ്ങൾക്ക് ഓതറൈസേഷൻ ഉണ്ട്, നിങ്ങൾ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തർ ഓടി വരും. അതേപോലെ ജയമാലയെ വിളിച്ച് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, അയ്യപ്പ കോപം നിങ്ങൾക്കുണ്ടാവില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിച്ചോളാം. എന്നിട്ട് അവരെ കൊണ്ട് ഫാക്സ് അയപ്പിച്ചു. ആ ഫാക്സ് എടുത്ത് കണ്ടോ, ഉണ്ണികൃഷ്ണ പണിക്കരുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഒഴിഞ്ഞ് അറിഞ്ഞ ജയമാല മുമ്പിലേക്ക് വന്നു. അതുകൊണ്ട് ഭയങ്കര ദേവപ്രശ്നമാണ്. എന്തൊരു കള്ളത്തരമാണ് നടക്കുന്നത്. ആലോചിച്ച് നോക്കുക. ഒരു ഗവൺമെന്റ് ഓഫീസിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒന്നുമല്ല, ഒരു അമ്പലത്തിൽ, അല്ലെങ്കിൽ അമ്പലമോ പള്ളിയോ ദൈവത്തിന്റെ സ്ഥലങ്ങളെന്ന് വിളിക്കുന്ന നമ്മുടെ സ്ഥലത്ത് എന്തു വലിയ കൊള്ളയാണ് നടക്കുന്നത്. അന്ന് അതിനെ പൊളിക്കാൻ നമുക്ക് കഴിഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം മാത്രമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം വീണ്ടും ഇതേപോലൊരു അടിച്ചുമാറ്റൽ, പക്ഷെ ഓൾറെഡി അവർ അടിച്ചു മാറ്റി.
അതുകൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ചോദിക്കരുത്, ഫോക്കസ് നഷ്ടപ്പെടും. ഒറ്റ ചോദ്യമേ ഉള്ളൂ, വിജയമല്യ നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ? 24 ക്യാരറ്റ് എന്നാണ് അത് ചെയ്ത ആൾ പറയുന്നത്. 24 ക്യാരറ്റ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന് പറയും. 24 ക്യാരറ്റ് തനി തങ്കത്തിൽ, തനി സ്വർണത്തിൽ പൊതിഞ്ഞ ആ പാളികൾ എവിടെ? അത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്കത് പറയുന്നതിന് വിഷമമുണ്ട്, യാതൊരു സംശയത്തിനും ഇടം നൽകുന്നില്ല. എന്തുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാര്യം ചെമ്പ് പാളികൾ എന്ന വ്യാജരേഖ നിർമ്മിച്ചു. ചെമ്പ് പാളികൾ എന്ന വ്യാജരേഖ നിർമ്മിച്ചു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർന്ന് ഒത്തുകളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തു. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കരുവാക്കി ദേവസ്വം ബോർഡ് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെയോ മന്ത്രിയുടെയോ കീഴിലിരിക്കുന്ന ഏത് ഏജൻസി അന്വേഷിച്ചിട്ടും കാര്യമില്ല. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് CBI പോലീസും ഒക്കെ അന്വേഷിക്കുന്നത്. എന്ത് കാര്യമുള്ളത്? അതെല്ലാം രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ താഴെ ഇരിക്കുന്ന ഏജൻസി അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്ത് ഇവർ തീർക്കും. ഹൈക്കോടതിയിലെ 2 ബ്രില്യൻ്റ് ആയ ജഡ്ജിമാരാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ ആരും അറിഞ്ഞിരുന്നല്ലോ, മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നല്ലോ. ഹൈക്കോടതിയിലെ 2 പ്രമുഖരായ ജഡ്ജിമാരാണ് പുറത്തു കൊണ്ടുവന്നത്. ആ ജഡ്ജിമാരുടെയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയോ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ഉണ്ടാകണം. അതായത് ക്രിമിനൽ കോൺസ്പിറസിയും ക്രിമിനൽ ആക്ടും നടന്നു. ഒരു ക്രിമിനലായ കുറ്റം ഇവിടെ നടന്നിട്ടുണ്ട്, മോഷണം. അമ്പലം വിഴുങ്ങി അമ്പലക്കള്ളന്മാർ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു. അതിന് അറസ്റ്റ് ഉണ്ടാകണം. അതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയല്ല, പക്ഷെ ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, സമഗ്ര അന്വേഷണം ഉണ്ടാകും, ജസ്റ്റിസ് KT ശങ്കരൻ വരട്ടെ എന്നൊക്കെ. ജസ്റ്റിസ് KT ശങ്കരൻ അന്വേഷണത്തിനല്ല വരുന്നത്. ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ ഉള്ള സ്വർണത്തിന്റെ ഇൻവെന്ററി എടുക്കാനാണ് വരുന്നത്. പക്ഷെ കേൾക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജി വരുന്നു എന്നൊക്കെ പോകും. ഹൈക്കോടതി ജഡ്ജി വരുന്നത് അവിടെ ബാക്കി സ്വർണ്ണം ഉണ്ടോ ഇൻവെന്ററി എടുക്കാനാണ്. അപ്പൊ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ആദരവോടെ പറഞ്ഞോട്ടെ, ദേവസ്വം ബോർഡ് പ്രശാന്ത് ഇന്നലെ പറയുന്നത് കേട്ടു, കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങൾ ആൾക്കാരെ വിട്ടു, കൃത്യമായ പ്രോസസ്സ് പാലിച്ചു. 2019 കാര്യമാണ് ഉള്ളോട് ചോദിക്കുന്നത്. പക്ഷെ 2025 കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക. കൃത്യ ഈ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. ഞങ്ങൾ ഇന്ന ഡേറ്റിൽ 3 പേരുടെ അകമ്പടിയോടുകൂടി ചെന്നൈയിലേക്ക് ആൾക്കാരെ വിട്ടു എന്നൊക്കെ പ്രശാന്ത് വളരെ കാര്യമായിട്ട് പറയുന്നത് കേട്ടു. എന്ത് കാര്യമാണ്? 2025 കാര്യം പറയുന്നത്. 2019 കാര്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. ഇനി വേറൊരു വാദം കൂടെ വരുന്നുണ്ട്, 1999 തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന്. ഇത് എന്താ അറിയോ, കഴിഞ്ഞ ഒരു 5000 വർഷത്തെ കാര്യം അന്വേഷിക്കണമെന്ന് പറയുന്ന പോലെയാണ്, ചുമ്മാ തെള്ളുക. അതായത് 1999 മുതൽ 2019 ജൂലൈ വരെ ഇത് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ തെളിവുകളുണ്ട്, ഫോട്ടോഗ്രാഫി തെളിവുകളുണ്ട്. അപ്പൊ ഫോക്കസ് തെറ്റിക്കാനാണ് ചില മഹാന്മാർ വന്നിട്ട്, ചില അവതാരങ്ങൾ വന്നിട്ട് 1999 തൊട്ടുള്ള കാര്യം അന്വേഷിക്കണം, അപ്പൊ എന്തോ വലിയ അന്വേഷണം ഉണ്ടാവും നമുക്ക് തോന്നുന്നു. ഒന്നുമില്ല. 1999 തൊട്ട് ഒന്നും പറ്റിയിട്ടില്ല അവിടെ. 1999 മുതൽ 2019 പകുതി വരെയുള്ള വീഡിയോ, ഫോട്ടോ, ഫുട്ടേജ് എല്ലാം എല്ലാ മാധ്യമങ്ങളുടെയിലും ഉണ്ട്. അതിനുശേഷം ഇത് ഇളക്കി എടുത്തപ്പോഴാണ് അടിച്ചു മാറ്റിയത്. അതുകൊണ്ട് 2019 ഈ ഇളക്കി മാറ്റിയതിനെയും അടിച്ചു മാറ്റിയതിനെ കുറിച്ചാണ് അന്വേഷണം വേണ്ടത്. ബാക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. ദേവസ്വം ബോർഡിന്റെ കള്ളത്തരം കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു. അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു. ഈ ദേവസ്വം ബോർഡ് ഏത് ദേവസ്വം ബോർഡാണെന്ന് അറിയാമോ? കേരള ചരിത്രത്തിൽ ഏറ്റവും മഹാന്മാരുന്ന ദേവസ്വം ബോർഡാണ്. NSSന്റെ സ്ഥാപകൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ആദ്യ ഹെഡ്. R ശങ്കർ പിന്നീട് കേരള മുഖ്യമന്ത്രിയായാൽ എത്ര മഹാന്മാരുന്ന ദേവസ്വം ബോർഡാണ്. അമ്പലക്കള്ളന്മാരായ ദേവസ്വം ബോർഡ് മാറി, അമ്പലം വിഴുങ്ങികളായ ദേവസ്വം ബോർഡ് മാറി. അയ്യപ്പന്റെ സ്വത്ത് കട്ടു. സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരുടെ സ്വത്ത് മോഷ്ടിച്ച് ടെക്നിക്കാലിറ്റി പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ അന്വേഷണമല്ല, സാധാരണ വിശ്വാസികൾക്ക് വേണ്ടത് കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ, വേറെ ഒരുത്തനെ വിശ്വാസമില്ല. ഇതിന് മുമ്പിരുന്ന ബോർഡുകളും അറിയാം, എല്ലാ പാർട്ടികളുടെ ബോർഡുകളും അറിയാം. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചാൽ മതി, അന്ന് നടന്ന കള്ളത്തരങ്ങളും അറിയാം. അതുകൊണ്ട് കോടതിയെ മാത്രമാണ് വിശ്വാസം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നൊരു പ്രോബ്, ഹൈക്കോടതിയുടെ പ്രോബ് തന്നെ മാത്രമാണ് ഇതിൽ സൊല്യൂഷൻ. കാര്യം ഹൈക്കോടതിക്ക് ഇതിന്റെ മേലൊരു റൈറ്റും ഉണ്ട്. ശബരിമലയുടെ കണക്കുകളൊക്കെ നോക്കുന്ന ഹൈക്കോടതിയാണ്. എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റൻ എടുത്ത് നിങ്ങൾ സ്വാമി അയ്യപ്പനെ ഓർത്ത്, ഈ നാടിന്റെ ട്രാൻസ്പെറൻസി ഓർത്ത്, ഈ നാടിന്റെ അക്കൗണ്ടബിലിറ്റി ഓർത്ത് ഈ സ്വർണം കട്ട ദേവസ്വം ബോർഡിനെ വെറുതെ വിടരുത്. അതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം. പറയുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷവുമില്ല. അവിടെ ഇരിക്കുന്ന എല്ലാ ദേവസ്വം ബോർഡ് അന്നത്തെ മെമ്പർമാരെ നല്ല പരിചയവും അടുപ്പവും ബന്ധവും ഒക്കെയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു. ഉണ്ണികൃഷ്ണ പോറ്റിയെ ചാരി
രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. കഴിയുന്നത്ര പ്രൊട്ടക്ഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുക്കണം. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കള്ളത്തരത്തിലേക്ക് തെളിയിക്കാനുള്ള ഏക കണ്ണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുന്നത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒരുക്കണം. കാര്യം വളരെ സീരിയസ് ആയ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള സ്വർണത്തിന്റെ തെഫ്റ്റ്, കളവ് മാത്രമല്ല അതിന്റെ ആചാരപരമായ മൂല്യങ്ങൾ ശതകോടികളിലേക്ക് പോവുകയാണ്. കാര്യം ഇത് കാണിച്ച് ഒരുപാട് പേരുടെ കാശുണ്ടാക്കാം. ആ രീതിയിൽ മോഷണം ദേവസ്വം ബോർഡ് നടത്തി, അതിന് പ്രതിവിധി ഉണ്ടാകണം. ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബ്, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ് ഇതിന്റെ പ്രതിവിധി. സോംശൻ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.